Mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ നൂറിൽപ്പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. അകപ്പറമ്പ് തിരുവിലാംകുന്ന് പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. പല വീടുകളിലെയും വളർത്തുമൃഗങ്ങളെ തെരുവുനായ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായതോടെ ഭീതിയിലാണ് നാട്ടുകാർ. നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ 12-ാം വാർഡ് ഉൾപ്പെടുന്ന തിരുവിലാംകുന്ന് പ്രദേശത്താണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി തെരുവുനായകൾ വിലസുന്നത്. കഴിഞ്ഞ ദിവസം കരുമത്തി വീട്ടിൽ സിജി ജോസിന്റെ ആടിനെ തെരുവുനായ ആക്രമിച്ചു കൊന്നു. ആടിനെ വീടിനോട് ചേർന്ന പറമ്പിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആടിന്റെ നിലവിളി കേട്ടെത്തിയ സിജി തെരുവുനായ ആടിനെ ആക്രമിക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ നായകളുടെ പിടിയിൽ നിന്നും ആടിനെ മാറ്റുകയും മൃഗാശുപത്രിയിൽ എത്തിച്ച് മരുന്ന് നൽകുകയും ചെയ്തു. എന്നാൽ രാത്രിയോടെ ആട് ചത്തു. ആടിനെ വളർത്തുന്നുണ്ട്, കോഴീനെയും വളർത്തുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസവും തോറും ആ കോഴിയുടെ എണ്ണവും ആടിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. നമ്മൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് തീ പിടിച്ച വിലയ്ക്ക് ഈ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളെ വളർത്തുന്നത് നമ്മൾ തെരുവുനായ്ക്ക് കൊടുക്കാനാണ്. ഈ പട്ടീനെ ഇങ്ങനെ വളർത്തണ പഞ്ചായത്തുകാർ ഇങ്ങനെ വളർത്തണ കാരണമല്ലേ എൻ്റെ കോഴിയും ആടും നഷ്ടപ്പെടുന്നത്. ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റുമാണ്, എൻ്റെ ഉപജീവന മാർഗവുമാണിത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായേ തീരൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇനി ആടുകളും കോഴികളൊക്കെ ഉണ്ട്. ഇത് ഓരോ ദിവസം തോറും ഇങ്ങനെ ഓരോന്നിനെ പിടിച്ചുകൊണ്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഇന്നലെ എൻ്റെ ഒരു ആട്ടിൻകുട്ടീനെ പട്ടി പിടിച്ച് കടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ 3 ദിവസവും 7 ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞത്. പക്ഷെ അപ്പോഴത്തേക്കും എൻ്റെ ആട് ചത്തുപോയി. ക്യാൻസർ ബാധിത കൂടിയായ സിജിയുടെ ഉപജീവന മാർഗമായ വളർത്തുമൃഗങ്ങളെ ഒന്നൊന്നായി തെരുവുനായകൾ ആക്രമിച്ചു കൊല്ലുകയാണ്. ഇതിനു മുമ്പും കോഴികളെയും ഇത്തരത്തിൽ കടിച്ചു കൊന്നിട്ടുണ്ട്. അകപ്പറമ്പ് ഏരിയയിൽ പട്ടിശല്യം നന്നായിട്ട് പട്ടിശല്യം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളർത്തുനായകളുടെ ഉപദ്രവവും ഉണ്ട്. പക്ഷെ പട്ടികൾ വളർത്തുന്നത് നല്ലതൊക്കെയാണ്. പക്ഷേ ഈ നമ്മൾ വളർത്തുനായകളെ പിടിച്ചുകൊണ്ട് പോയി മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോയാലുള്ള വിഷമം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. അധികൃതരുടെ ഭാഗത്തു നിന്നും തെരുവുനായ ശല്യത്തിനെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് സിജിയുടെ ആവശ്യം.